ഒരു എംബ്ലവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട്സ്, നമ്മൾ വീണ്ടും കക്കട്ടെത്തിയിരിക്കുകയാണ്. കോവിഡിന് മുന്നേ കുറേയധികം തിയേറ്ററുകളുണ്ടായിരുന്നു. കോവിഡിന് ശേഷം സാമ്പത്തിക ബാധ്യത കൊണ്ട് ആ തിയേറ്ററുകളെല്ലാം അടച്ചുപൂട്ടുകയുണ്ടായി. കോവിഡ് എന്ന മഹാമാരിക്ക് ശേഷം അടച്ചുപൂട്ടിയ തിയേറ്ററുകളൊക്കെ ഒരു വലിയ ബാനർ ഏറ്റെടുക്കുകയും അത്യാധുനിക സൗകര്യത്തോടു കൂടി റിനോവേഷനൊക്കെ കഴിഞ്ഞ് ആ തിയേറ്ററുകൾ വീണ്ടും തുറക്കുകയുണ്ടായി. ആ ഒരു ബാനറിൻ്റെ പേരാണ് മാജിക് ഫ്രെയിം. ആ മാജിക് ഫ്രെയിം എന്ന തിയേറ്റർ കക്കട്ട് എന്ന സ്ഥലത്ത് ഒരു 3 സ്ക്രീനോട് കൂടിയ തിയേറ്റർ കഴിഞ്ഞ മാസം ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. ആ തിയേറ്ററിൻ്റെ വിശേഷത്തിലേക്കാണ് പോകുന്നത്. KL ഡയറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. അപ്പോൾ കക്കാട്ടിലുള്ള മാൾ എന്ന മാളിൻ്റെ ഉള്ളിൽ മാജിക് ഫ്രെയിമിൻ്റെ 3 സ്ക്രീനും കാര്യങ്ങളൊക്കെ വന്നിരിക്കുകയാണ്. ലിഫ്റ്റ് മാർക്കാണ് നമുക്ക് ഈ തിയേറ്ററിലേക്ക് എത്താൻ പറ്റുന്നത്. നമ്മൾ ആ തിയേറ്ററിന് മുൻവശത്ത് എത്തിയിരിക്കുകയാണ്. നമുക്ക് തിയേറ്ററിന് മുൻവശത്ത് എത്തുന്ന സമയത്ത് തന്നെ നമുക്കിവിടെ ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളൊക്കെ കാണാം. 3 സ്ക്രീനാണ്, സോഫ സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് കൂടുതൽ വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം ഈ ലോബിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ വിശാലമായ ഒരു ലോബിയും കാര്യങ്ങളൊക്കെ കാണാം. ഇവിടെ മനോഹരമായി സിമ്പിളായിട്ട് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഇരിപ്പിടവും കാര്യങ്ങളൊക്കെ കാണാം. ഒരു യെല്ലോ നീല കളറിൽ ആ കോമ്പിനേഷനിലാണ് ഈ ഇരിപ്പിടവും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവിടെ ഒരു വലിയൊരു മാജിക് ഫ്രെയിം എന്ന ഒരു ബാനറും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നുണ്ട്. അതിനൊരു വാം ലൈറ്റ് LED വളരെ മനോഹരമായ രീതിയിൽ ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗോൾഡൻ കളറിലെ ഒരു പ്രത്യേക ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. മനോഹരമായി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. മാജിക് ഫ്രെയിം എന്ന ഒരു പേരും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് യെല്ലോ കളറിലാണ് മാജിക് ഫ്രെയിം എന്ന പേരും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. പിന്നെ അതേപോലെ ടൈൽസും കാര്യങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട് തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. ഏറ്റവും ടോപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ ഗ്ലാസ് ടൈപ്പിലാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ ഇവിടെയൊക്കെ ചെറിയ രീതിയിൽ തന്നെ LED ബൾബുകളും കൊടുത്തിട്ടുണ്ട്, സ്പോട്ട് ലൈറ്റായി കൊടുത്തിരിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ഐഡൻറ്റിറ്റി, പുണ്യാളൻ, അതുപോലെ കമ്മ്യൂണിസ്റ്റ് പച്ച അഥവാ അപ്പ, അങ്ങനെ പുതിയ പേരും കാര്യങ്ങളൊക്കെ ഉള്ള പോസ്റ്റും കുറച്ചും കാര്യങ്ങളൊക്കെ ഈ LED ബൾബിൽ ഇവിടെ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട്. കയറുമ്പോൾ തന്നെ 3ാമത്തെ സ്ക്രീനിൻ്റെ വാതിലും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാവുന്നതാണ്. ഇവിടെയാണ് 3ാമത്തെ സ്ക്രീനും കാര്യങ്ങളൊക്കെ വരുന്നത്. അതിന് തൊട്ടിപ്പുറത്ത് തന്നെ വളരെ സിമ്പിളായിട്ട് മാജിക് ഫ്രെയിമിൻ്റെ ഒരു എംബ്ലവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൽ LED ബൾബും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഒരു പഴയ നൊസ്റ്റാൾജിയ തോന്നിയ രീതിയിൽ തന്നെ ഇഷ്ടയും കൊണ്ട് തേക്കാത്ത രീതിയിൽ കെട്ടിയിരിക്കുന്ന ആ രീതിയിൽ സംവിധാനം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ മാജിക് ഫ്രെയിമിൻ്റെ ഈ എംബ്ലത്തിൻ്റെ പുറകിലായിട്ട് തൊട്ടിപ്പുറത്തായിട്ട് ഒരു വൈറ്റിൽ ആണ് ഒരു അലുമിനിയം ഫാബ്രിക്കേഷൻ ഒരു വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. മാജിക് ഫ്രെയിമിൻ്റെ രണ്ടാമത്തെ എന്ന് വെച്ചാൽ ഏറ്റവും മെയിൻ സ്ക്രീനാണ്. ഇതാണ് ആ മെയിൻ സ്ക്രീനും കാര്യങ്ങളും വരുന്നത്. മനോഹരമായ ഒരു ഓഡിറ്റോറിയം. അപ്പം 3 സ്ക്രീനോട് കൂടി വർക്ക് ചെയ്യുന്ന ഈ തിയേറ്ററിൻ്റെ മെയിൻ തിയേറ്ററാണ്. 2ാമത്തെ സ്ക്രീനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതിൽ 165 സീറ്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതിൽ 12 സോഫ സീറ്റാണ് വരുന്നത്. 12 സോഫ സീറ്റിന് 250 രൂപയുടെ ടിക്കറ്റ് ചാർജ്.
നോർമൽ സീറ്റും കാര്യങ്ങളൊക്കെ പുഷ് ബാക്ക് സീറ്റുകളാണ് 130 രൂപയാണ് വരുന്നത്. ഒരു പിസ്ത കളറുള്ള പച്ച പിസ്ത കളറുള്ള ഒരു സീറ്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതിൽ സീറ്റ് നമ്പർ ഇവിടെ 3 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. മാജിക് ഫ്രെയിമിൻ്റെ ഒരു എംബ്ലവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. തൊട്ട് താഴെ മാജിക് ഫ്രെയിം എന്ന് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു കപ്പ് ഹോൾഡറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ഇരുന്ന് നോക്കാം. നമുക്ക് അടിപൊളിയായിട്ട് ഒരു 2 മണിക്കൂറോളം സിനിമ കാണാൻ പാകത്തിന് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സീറ്റും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് ഈ തല വെക്കുന്ന സ്ഥലത്ത് നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നല്ലൊരു കുഷനാണ്. സാധാരണ രീതിയിൽ തിയേറ്ററിൽ കണ്ടുവരുന്ന കുഷനും കാര്യങ്ങളൊക്കെ അല്ല, വളരെ മനോഹരമായി നല്ല സ്പോഞ്ച് പോലെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്കിവിടെ അമർത്തി നോക്കിയാൽ തന്നെ മനസ്സിലാവും. നല്ല അടിപൊളി ഡിസൈനും കാര്യങ്ങളൊക്കെയാണ്. നല്ല ഒരു ക്വാളിറ്റിയുള്ള തുണിയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം ഈ ഓഡിറ്റോറിയത്തിൽ, രണ്ടാമത്തെ ഓഡിറ്റോറിയത്തിൽ ഡോൾബി അറ്റ്മോസ് 16 ചാനൽ രജിസ്റ്റേർഡ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു ചുമരിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 7ഓളം സ്പീക്കറും കാര്യങ്ങളൊക്കെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതെല്ലാം പൾസിൻ്റെ ആണ്. അതേപോലെ തന്നെ ആ സ്പീക്കറിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരു സബ് വൂഫറും കൊടുത്തിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടാണ് ഈ സ്പീക്കറിൻ്റെ അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു ഓവർഹെഡ് സ്പീക്കേഴ്സായിട്ട് ഈ ഒരു റോയിൽ നമുക്ക് 7ഓളം സ്പീക്കറും കാര്യങ്ങളൊക്കെ ഈ റോയിൽ ഓവർഹെഡ് സ്പീക്കേഴ്സായിട്ട് കൊടുത്തിട്ടുണ്ട്. ആ റോയിലും 7ഓളം സ്പീക്കറും ഓവർഹെഡ് സ്പീക്കേഴ്സായിട്ട് കൊടുത്തിട്ടുണ്ട്. പൾസിൻ്റെ സ്പീക്കറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പേഴ്സണൽ ഒരു എക്സ്പീരിയൻസിൽ ഈ കുറേ തിയേറ്ററിലൊക്കെ തിയേറ്ററിൽ വീഡിയോ ഒക്കെ എടുക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ, പിന്നെ എൻ്റെ പേഴ്സണലായിട്ടൊരു അഭിപ്രായ പ്രകാരം പൾസിൻ്റെ സ്പീക്കറിനാണ് കൂടുതൽ എഫക്റ്റും കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ പല തിയേറ്ററിൽ പോയി സിനിമ കണ്ട ആൾക്കാരുണ്ടാവും. നിങ്ങളുടെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ നമ്മൾ ഇൻറ്റീരിയറിലേക്ക് പോവുകയാണെങ്കിൽ ഇൻറ്റീരിയൽ നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാവും. ഒരു അടിപൊളി ടൈപ്പ് ഇൻറ്റീരിയലും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വളരെ മനോഹരമായ ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ബ്ലാക്കിൽ ഒരു ഒരു ചന്ദന കളർ, അതുപോലെ റെഡ് കളറിൽ വരുന്ന ഒരു ഇൻറ്റീരിയലും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു കുഷൻ ടൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ മഴക്കാലത്തും പിന്നെ എത്രത്തോളം ഒരു എഫക്റ്റീവ് ആണെന്ന് എനിക്ക് അറിയില്ല. പിന്നെ അതേപോലെ തന്നെ ഈ ചുമരിലേക്ക് നോക്കിക്കഴിഞ്ഞെങ്കിൽ ഈ സീറ്റിൻ്റെ കളർ തന്നെ ഒരു പിസ്ത കളറുള്ള പിന്നെ ഒരു അക്കസ്റ്റിക് വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യെല്ലോ കളറുള്ള ഒരു LED സ്ട്രിപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് കണ്ണിലേക്ക് ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യും. മനോഹരമായി തന്നെ ആ സ്ക്രീനെ മനോഹരമാക്കാനുള്ള ഒരു സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഏറ്റവും ടോപ്പിലേക്ക് ഗ്രിഡ് മോഡൽ, നോർമൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് ഗ്രിഡ് മോഡലിൽ കൊടുത്തിരിക്കുന്നത്. അതും ബ്ലാക്ക് കളറിലാണ് കൊടുത്തിരിക്കുന്നത്. ഈ സ്ക്രീൻ 2 എന്ന് പറയുന്നത് വളരെ ലളിതമായിട്ടാണ് ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏറ്റവും പുറകത്തെ റോയിലേക്ക്, ഇവിടെയാണ് സോഫ സീറ്റ്, 12ഓളം സോഫ സീറ്റുകൾ, 250 രൂപ ടിക്കറ്റ് ചാർജ് വരുന്ന 12ഓളം സോഫ സീറ്റുകൾ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് കിടന്നിരുന്ന സിനിമ കാണാൻ ഭാഗത്തിനാണ് ഈ സോഫ സീറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്താ സുഖം, അടിപൊളി, ഒരു പഞ്ഞി മെത്തേ കിടക്കുന്ന പോലെ ഉണ്ട്. നല്ലൊരു കപ്പ് ഹോൾഡറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ സോഫ സെറ്റ് ഇരുന്നിട്ട് സിനിമ കാണുമ്പോൾ നമുക്ക് വളരെയധികം കംഫർട്ടായിട്ട് ഏറ്റവും നല്ല അടിപൊളിയായിട്ട് നല്ല ലുക്ക് തന്നെ സിനിമയും കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ ഇവിടെ ചെറിയൊരു ലോക്കുണ്ട്. ഇവിടെ ഒരു ലോക്ക് ഒളിഞ്ഞിരിക്കുന്നത് കാണാം. ഈ ലോക്ക് തുറന്നു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നമുക്ക് കാലൊക്കെ നീട്ടി വെച്ച് വീട്ടിലൊക്കെ ഈ സിനിമ കാണുമല്ലേ, TV-യിലൊക്കെ, അതേപോലെ തന്നെ അടിപൊളിയായിട്ട് കിടന്നിരുന്ന സിനിമ കാണാം. ആ രീതിയിലാണ് ഈ ഏറ്റവും പുതിയ തിയേറ്ററിൽ മാജിക് ഫ്രെയിം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മാജിക് ഫ്രെയിമിൻ്റെ ഒന്നാമത്തെ സ്ക്രീനിലേക്ക് കയറുകയാണ്. ഇതാണ് ഒന്നാമത്തെ സ്ക്രീനും കാര്യങ്ങളൊക്കെ വരുന്നത്. നല്ല മനോഹരമായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു സ്ക്രീനും കാര്യങ്ങളൊക്കെ വരുന്നത്. നമുക്ക് കൂടുതൽ വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ മാജിക് ഫ്രെയിമിൻ്റെ ഒന്നാമത്തെ സ്ക്രീൻ എന്ന് പറയുന്നത് 2K പ്രൊജക്ഷനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഏകദേശം 25 അടിയോളം വരുന്ന സിൽവർ സ്ക്രീനും കാര്യങ്ങളൊക്കെയാണ് ഈ മാജിക് ഫ്രെയിം ഒന്നാമത്തെ സ്ക്രീനിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒന്നാമത്തെ സ്ക്രീനിൽ 7.1 ഡോൾബിയിൽ വർക്ക് ചെയ്യുന്ന ശബ്ദ സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഒന്നാമത്തെ സ്ക്രീനിൽ വരുന്നത്. പൾസിൻ്റെ സ്പീക്കറും കാര്യങ്ങളൊക്കെയാണ് ശബ്ദ സംവിധാനത്തിന് സപ്പോർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് 5 സ്പീക്കർ, ഈ ഒരു ചുമരിൽ 5 സ്പീക്കറും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഏറ്റവും പുറകിൽ 4 സ്പീക്കറാണ് കൊടുത്തിരിക്കുന്നത്.
സ്പീക്കറിൻ്റെ അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്നാമത്തെ സ്ക്രീനിൽ 130 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. അതേപോലെ തന്നെ 250 രൂപയും ടിക്കറ്റ് ചാർജും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഏറ്റവും പുറകിൽ സോഫ സീറ്റ് വരുന്നുണ്ട്. അത് 10 സോഫ സീറ്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. 142 നോർമൽ പുഷ് ബാക്ക് സീറ്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ അത് ഈ സീറ്റിലേക്ക് പോവുകയാണെങ്കിൽ മാജിക് ഫ്രെയിം എന്ന ഒരു ബാനർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ സീറ്റ് നമ്പറും കൊടുത്തിട്ടുണ്ട്. റെഡ് കളറിലാണ് സീറ്റിൻ്റെ കളറും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. ഒരു മൊത്തം റെഡ് മയം എന്ന് തന്നെ പറയാം. നമുക്ക് വീഡിയോയിൽ ഏത് രീതിയിലാണ് പ്രതിഫലിക്കുക എന്ന് പറയാൻ പറ്റില്ല. നല്ലൊരു പുഷ് ബാക്ക് സീറ്റാണ്. നമുക്ക് 2-2.5 മണിക്കൂർ സിനിമ കാണാവുന്ന രീതിയിൽ തന്നെ നമുക്ക് കഴുത്തൊന്നും വേദനെടുക്കാത്ത രീതിയിൽ തന്നെയാണ് ഈ സീറ്റും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ചെറിയൊരു കപ്പ് ഹോൾഡറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം ലെഗ് സ്പേസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സീറ്റിൻ്റെ അറേഞ്ച്മെൻറ്റിലായിരിക്കും വ്യത്യാസം. പിന്നെ അതേപോലെ തന്നെ ഈ ഓഡിറ്റോറിയത്തിൽ ഒറ്റ വഴിയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു വഴി മാത്രമേ ഉള്ളൂ ഈ ഓഡിറ്റോറിയത്തിൽ. പിന്നെ അതേപോലെ നമുക്ക് സോഫ സീറ്റിൻ്റെ വിഷയത്തിലേക്ക് പോകാം. ഏറ്റവും പുറകിലാണ് സോഫ സീറ്റ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒന്നാമത്തെ സ്ക്രീനിൽ ഏറ്റവും പുറകിൽ വളരെ അടിപൊളിയായിട്ട് 10 സോഫ സീറ്റുകൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്കിത് പുറകിലേക്ക് ചാഞ്ഞിരുന്ന് സിനിമ കാണാവുന്ന രീതിയിലാണ് സീറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ചെറിയൊരു ലോക്ക് ഉണ്ട്. ഈ ലോക്ക് തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാലൊക്കെ തന്നെ നീട്ടി നമ്മളെ വീട്ടിലൊക്കെ സിനിമ കാണൂലേ, അതേപോലെ തന്നെ ആ രീതിയിലാണ് ഈ കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ അടുത്തതായി പോകുന്നത് ഇന്റീരിയർ ഡിസൈനാണ്. പ്രത്യേകിച്ച് പറയാനുള്ള നമുക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവും. മൊത്തം ചുമപ്പ് കളറിലാണ് ഇന്റീരിയർ ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്തത്. സീറ്റും മൊത്തത്തിലൊരു ചുമപ്പ് കളറിലാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ ചുമരും മൊത്തം ഒരു റെഡ് അക്വസ്റ്റിക്കാണ് കൊടുത്തിരിക്കുന്നത്. അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡ് LED സ്ട്രിപ്പ് താഴോട്ടേക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴെ നിന്ന് മുകളിലോട്ടും കൊടുത്തിട്ടുണ്ട്. നമുക്ക് സ്പീക്കറൊക്കെ എടുത്ത് കാണാവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഏറ്റവും ടോപ്പിൽ ഗ്രിഡ് മോഡൽ ബ്ലാക്ക് കളർ ഗ്രിഡ് മോഡലാണ് ഈ കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ റെഡ് സ്ക്രീൻ എന്ന് തന്നെ പറയാം. പിന്നെ 2K പ്രൊജക്ഷനിൽ വർക്ക് ചെയ്യുന്ന 25 അടിയോളം വലുപ്പത്തിൽ വരുന്ന ഒരു സ്ക്രീനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. എല്ലാ സംവിധാനങ്ങളും ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പാകത്തിനുള്ള സാധനമാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്ക്രീൻ 1ലും 2ലും കണ്ടതുപോലെ തന്നെ സ്ക്രീൻ 3യിൽ എത്തുമ്പോഴത്തേക്കും നല്ലൊരു അടിപൊളി ആംബിയൻസ് ഉള്ള ഒരു തിയേറ്ററാണ് സ്ക്രീൻ 3 എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ഡിസൈനെ കുറിച്ച് തന്നെ ആദ്യം നോക്കാം. ഇന്ത്യയുടെ ഡിസൈനിലേക്ക് ഒരു ബ്ലൂ മയം എന്ന് തന്നെ പറയാം. അപ്പോൾ ഈ ചുമരിലേക്ക് നോക്കാം, അക്കസ്റ്റിക്കിൻ്റെ വർക്ക് എന്ന് പറയുന്നത് ഒരു ബ്ലൂ കളറാണ്. മൊത്തം വേറെ മൾട്ടി കളറൊന്നും ഇല്ലാണ്ട് ബ്ലൂ കളറിൽ മാത്രമാണ് അക്കസ്റ്റിക്കിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. അതിനെ മോടി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ കണ്ണിന് ഒരു പ്രത്യേക കാഴ്ചയും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ലൈറ്റിൻ്റെ ആവശ്യത്തിനൊക്കെ വേണ്ടിയിട്ട് ഒരു ബ്ലൂ കളർ LED സ്ട്രിപ്പുകൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതൊരു മിക്സഡായിട്ടാണ് LED സ്ട്രിപ്പ് മുകളും താഴോട്ടേയും കൊടുത്തിട്ടുണ്ട്, താഴെ നിന്ന് മേലോട്ടും കൊടുത്തിട്ടുണ്ട്. അത് ആ ഒരു LED സ്ട്രിപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അടിപൊളി വർക്കിലാണ്. അതേപോലെ തന്നെ സീറ്റും ബ്ലൂ കളറിലായതുകൊണ്ട് ഒരു ബ്ലൂ എന്താ പറയുക സ്ക്രീൻ 3 എന്ന് തന്നെ നമുക്ക് എടുത്തു പറയാവുന്നതാണ്. ഗ്രിഡ് മോഡലാണ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്ക്രീൻ 3 എന്ന് പറയുന്നത് 2K പ്രൊജക്ഷനിൽ വർക്ക് ചെയ്യുന്ന സ്ക്രീനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. സിൽവർ സ്ക്രീനാണ്. ഏകദേശം 25 അടിയോളം വലുപ്പം വരുന്ന സ്ക്രീനും കാര്യങ്ങളൊക്കെയാണ് ഈ സ്ക്രീൻ 3യിൽ മാജിക് ഫ്രെയിം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ മൂന്നാമത്തെ സ്ക്രീനിൻ്റെ തൊട്ട് ഇപ്പുറത്തെ മാജിക് ഫ്രെയിമിൻ്റെ എംബ്ലം കഴിഞ്ഞിട്ട് നമുക്കിവിടെ കഫേ അറ്റ് മാജിക് ഫ്രെയിം എന്ന് പറയുന്ന ഒരു വലിയൊരു ബാനറുള്ള ഒരു കഫ്റ്റീരിയയും കാര്യങ്ങളൊക്കെ കാണാം. ഒരു പ്രത്യേക ഡിസൈനിലാണ് പിന്നെ പേരും കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ ഇതുവരെ കണ്ടുവരാത്തൊരു ഡിസൈനും കാര്യങ്ങളൊക്കെയാണ്. നമുക്കിവിടെ തന്നെ ബില്ലിംഗ് കാണാം, അതുപോലെ ഡെലിവറി എന്നൊക്കെയുള്ള ഒരു ബോർഡും കാര്യങ്ങളൊക്കെ കാണാം. പോപ്കോണ്, സ്നാക്സ്, അതേപോലെ തന്നെ ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ, അത്യാവശ്യം കൂൾ ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കഫേൻ്റെ ബില്ലിങ്ങിൻ്റെ ഉള്ളിൽ നമുക്കൊരു ചേച്ചിയുണ്ട്, പരിചയപ്പെടാം. ചേച്ചി നമസ്കാരം, എന്താ പേര് വരുന്നത്? ദീപ്തി. ഇവിടെ തിയേറ്റർ തുടങ്ങിയ മുതലുണ്ടോ? എങ്ങനെയുണ്ട്, അടിപൊളിയായിട്ട് പോകുന്നോ? സൂപ്പറായിട്ട് പോകും. വീട് ഇവിടെ അടുത്ത് തന്നെയാണോ? ഇവിടെ അടുത്തന്നെ. ഓക്കെ. അപ്പോൾ ഇവർ മാജിക് ഫ്രെയിമിൻ്റെ ടീഷർട്ടും അതുപോലെ ക്യാപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അടിപൊളിയായിട്ടാണ് വെൽ ഡ്രസ്സിലാണ് നിൽക്കുന്നത്. ചേച്ചി എന്താ പേര് വരുന്നത്? പ്രജിഷ. ഇവിടെ അടുത്ത് തന്നെയാണ് വീട്? മുകേരി. അടിപൊളിയായിട്ട് പോകുന്നു. സൂപ്പറായിട്ട് പോകുന്നു. പിന്നെ ആൾക്കാരൊക്കെ കക്കാട്ടിലെ പുതിയ തിയേറ്റർ വന്നല്ലോ, എങ്ങനെയുണ്ട് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ? അവിടെ നല്ല ആൾക്കാരുടെ നല്ല വരുന്നുണ്ട്, ആൾക്കാരൊക്കെ വരുന്നുണ്ട്. മോശമില്ല. എല്ലാവരുടെ അഭിപ്രായം നല്ലതാണ്. നല്ല അഭിപ്രായമാണ്. നല്ല സീറ്റുകളും നല്ല ലൈറ്റും സൗണ്ടും ഒക്കെ നല്ലതായിട്ടുണ്ട്. എല്ലാവരുടെ അഭിപ്രായം അങ്ങനെ തന്നെയാണ്. കൂടുതൽ റിലീസും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നില്ലേ? ഇന്ന് റിലീസാകുന്നത്. അപ്പോൾ ഫാമിലിയൊക്കെ ആയിട്ട് വന്നോ? ഓക്കെ. അപ്പം നമുക്കൊരു ചേച്ചിയും കൊണ്ട് പരിചയപ്പെടാം. ചേച്ചി നമസ്കാരം, എന്താ പേര് വരുന്നത്? രാജശ്രീ. ഇവിടെ തുടങ്ങി മുതലുണ്ടോ? ഉണ്ട്. എങ്ങനെയുണ്ട് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ? നല്ല സൂപ്പറായിട്ട് പോകുന്നു. ഇവിടെ എന്താ തിയേറ്ററിനെ കുറിച്ച് അഭിപ്രായം പറയാം?
അടിപൊളിയായിരുന്നു. തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഓ അത്യാവശ്യം തിരക്കുണ്ട്. അപ്പോൾ അത്യാവശ്യം സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ? ഓ ഉണ്ട്. അപ്പം കക്കട്ടിൽ തുടങ്ങിയിരിക്കുന്ന മാജിക് ഫ്രെയിമിൻ്റെ നമ്മൾ ചെറിയൊരു കഫ്റ്റീരിയയും കാര്യങ്ങളാണ് കണ്ടത്. പിന്നെ അതേപോലെ തന്നെ ഇവിടെയും അത്യാവശ്യം പോസ്റ്റർ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ വരുന്ന സിനിമകളുടെയൊക്കെ പോസ്റ്ററും കാര്യങ്ങളൊക്കെ LED ഡിസ്പ്ലേയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും വളരെ സിമ്പിളായിട്ടാണ് ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലാണ് ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. ഇത് താഴെ മനോഹരമായ ടൈലും കാര്യങ്ങളൊക്കെ പാകിയിട്ടുണ്ട്. രണ്ടാമത്തെ സ്ക്രീൻ ഇവിടെയാണ് വരുന്നത്, ഒന്നാമത്തെ സ്ക്രീൻ ഇവിടെയാണ് വരുന്നത്. അതേപോലെ തന്നെ ഓരോ സ്ക്രീനിൻ്റെ കളറിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 1, 2, 3 ആ യെല്ലോ കളറിലാണ് ഡിസ്പ്ലേ കൊടുത്തിരിക്കുന്നത്. ഏറ്റവും ടോപ്പിലേക്ക് നമ്മൾ നോക്കിയാൽ മനസ്സിലാവും ഗ്ലാസ് പ്ലസ് അതേപോലെ തന്നെ ഒരു ഗോൾഡൻ കളറുള്ള ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഇതുവരെ കാണാത്തൊരു മോഡലത്തിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ജെൻസിൻ്റെയും ലേഡീസിൻ്റെയും ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്താണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മാജിക് ഫ്രെയിമിൻ്റെ ഇവിടെ നമുക്ക് ഒരു സെക്യൂരിറ്റി ചേച്ചിയുണ്ട്. അപ്പോൾ ചേച്ചീനെ പരിചയപ്പെടാം. ചേച്ചി എന്താ പേര്? സുജാത. ഇവിടെ അടുത്ത് തന്നെയാണ് വീട്? ഇവിടെ അടുത്ത്. എങ്ങനെയുണ്ട് സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് പോകുന്നു? എല്ലാം അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം തിയേറ്റർ ഇപ്പോൾ കഴിഞ്ഞ മാസം ഉദ്ഘാടനം ചെയ്തിട്ടുള്ളൂ. അപ്പം കുറേ സിനിമകളും കാര്യങ്ങളൊക്കെ വന്നില്ലേ? എങ്ങനെയുണ്ട്? ഉഷാറാണോ? ഉഷാറാണ്. നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ടോ? നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ട്. അടിപൊളിയായിട്ട് പോകുന്നല്ലേ? ഈ തിയേറ്ററിൽ ഓൺലൈൻ ആപ്പ് ഏതാ വരുന്നത് ടിക്കറ്റും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്യാനുള്ള? ടിക്കറ്റ് അപ്പം നമ്മൾ നോർമൽ ടിക്കറ്റും ചാർജ് എത്ര വരുന്നത്? 130 ആണ് വരുന്നത്. സോഫ സീറ്റിനോ? 250. അങ്ങനെ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഓ നല്ല തിരക്കുണ്ട്. അപ്പോൾ നമ്മൾ തിയേറ്ററിലേക്ക് നമ്മൾ സിനിമ കാണാൻ വരുന്ന സമയത്ത് നമുക്കിപ്പം പോപ്കോൺ അതേപോലത്തെ സംവിധാനങ്ങൾ, ഐസ്ക്രീം അങ്ങനത്തെ സംവിധാനങ്ങളൊക്കെ വേണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും ഫെസിലിറ്റിയിലൂടെ അവർക്ക് കൊടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഇവിടെ വന്ന് മേടിക്കണം? എന്താ ചെയ്യുന്നത്? നമ്മുടെ അടുത്ത് കഫേയിലേക്ക് വരും. അപ്പം നമ്മൾ ഓർഡർ പ്രകാരം അവരുടെ സീറ്റിലെത്തിക്കും. ആ അപ്പം സിനിമ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണോ അല്ലെങ്കിൽ അതിൽ മുന്നേ വന്നിട്ട് ഓർഡർ ചെയ്തിട്ട് നമ്മൾ 20 മിനിറ്റ് ആകുമ്പോൾക്ക് അവരുടെ സീറ്റിലെത്തിക്കും. ആ പിന്നെ ഇൻ്റർവെല്ല് സമയത്തോ അവരെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഞങ്ങൾ ചെയ്തിരിക്കും. ഓ അപ്പോൾ ആരും ഇവിടെ വന്നിട്ട് ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല? ഇല്ല, അധികം ഒരു ഇതില്ല. നമ്മൾ എല്ലാവരും കഫേയിലുള്ള എല്ലാവരും നല്ല സൂപ്പറാണ്. അപ്പോൾ നമ്മൾ മാജിക് ഫ്രെയിമിൻ്റെ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും സ്ക്രീനിൻ്റെ വിശേഷങ്ങളാണ് ഇത്ര നേരം കണ്ടത്. അപ്പോൾ കക്കട്ടിൽ വന്ന് മാജിക് ഫ്രെയിമിൻ്റെ ഈ തിയേറ്ററിൽ വന്നുള്ള സിനിമയും കാര്യങ്ങളൊക്കെ കണ്ട് നിങ്ങളുടെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ തിയേറ്ററിൻ്റെ സിനിമാ വിശേഷമൊന്നും കഴിയുന്നില്ല. പുതിയ വിശേഷമായി അടുത്ത തിയേറ്ററിൽ കാണാം.